ഹായ്, സ്നാസി സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 5ാമത്തെ യൂണിറ്റ് എർത്ത് ദ മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും, ഈ പാഠഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് ഒരാഴ്ചത്തെ താമസം നേരിട്ടു. അതിന് എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ ഒരു കാരണവുമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ആർക്കും തന്നെ സെക്കൻഡ് പാർട്ട് പുസ്തകം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുസ്തകം കിട്ടാതെ നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഒരാഴ്ചത്തേക്ക് താമസിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്? ഭൂമിയെക്കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭൂമിയുടെ നീണ്ട വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ലാറ്റിറ്റ്യൂഡിന്റെ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡിന് അതായത് അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ച്, സീസൺസിനെ കുറിച്ച് അതായത് റൊട്ടേഷൻ, റെവല്യൂഷൻസ്, ഭ്രമണം, പരിക്രമണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഭൂമിയെക്കുറിച്ചുള്ള ഒരു കഥയിൽ ആണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ആകൃതി എന്തായിരുന്നു ഭൂമിയുടെ ആകൃതി എന്നുള്ളതായിരുന്നു ആദ്യകാലത്തെ സങ്കല്പങ്ങൾ എന്നൊക്കെ പല ചരിത്രകാരന്മാരുടെ, തത്വചിന്തകരുടെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം തുടങ്ങുന്ന കഥ ഏത് കഥയിലാണ് തുടങ്ങുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എൻ്റെ മക്കളെല്ലാവരും 5ാമത്തെ യൂണിറ്റ് എടുത്തേ, ടെക്സ്റ്റിലെ എടുത്ത എല്ലാവരും. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി. എന്താണ്? ഭൂമിയിലെ കഥയും കാര്യവും. അവിടെ ഫസ്റ്റ് തന്നെ കൊടുത്താക്കുന്നത് ഒരു സ്റ്റോറിയാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആൻ ancient town in the 2nd century BC. The people are celebrating the day of the marriage procession of their prince who got married to the beautiful princess of the neighboring country. എന്താണ് അത്രയും പറഞ്ഞിരിക്കുന്നത്? BC 2ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം. ജനങ്ങളെല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്. കാരണം എന്താ? തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണിത്. പീപ്പിൾ ക്രൗഡഡ് ഓൺ either side of the royal path to welcome the prince. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ വരവേൽക്കാനായിട്ട് രാജവീതിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. Rather than seeing the princess, all of them were curiously viewing the princess' wedding gift, a huge golden statue with human head on a horse body. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകുമാരിയെ കാണുന്നതിനേക്കാൾ അവർക്ക് ആഗ്രഹം എന്തായിരുന്നു? വിവാഹ സമ്മാനമായി ലഭിച്ച വിവാഹ സമ്മാനം കാണാനായിട്ടായിരുന്നു. എങ്ങനെയുള്ളതായിരുന്നു വിവാഹ സമ്മാനം? കുതിരയുടെ ശരീരവും മനുഷ്യൻ്റെ തലയുമുള്ള വലിയ ഒരു സ്വർണ്ണ പ്രതിമയായിരുന്നു രാജകുമാരിയുടെ വിവാഹ സമ്മാനം. ബട്ട് ദ ജോയ്ഫുൾ ഡേയ്സ് ഡിഡിൻ ലാസ്റ്റ് ലോങ്. സന്തോഷകരമായ ആഘോഷ ദിനങ്ങൾ അധിക നാള് നീണ്ടു നിന്നില്ല. എന്താണ്? ദ ടൗൺ വാസ് സ്ട്രക്ക് ബൈ എ സെർവ് ഡ്രൗട്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ച. അവിടെ ആ പട്ടണം അതിരൂക്ഷമായ വരൾച്ച അനുഭവപ്പെട്ടു ആ പട്ടണത്തിൽ. ടു നോ ദ റീസൺ ഫോർ ദ ഡ്രൗട്ട് ആൻഡ് ടു പ്രിസ്ക്രൈബ് റെമഡി, ദ കിങ് assembled all great astrologers of the land. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പ്രതിവിധി തേടുന്നതിനുണ്ട്, വരൾച്ചയുടെ കാരണം അറിയുന്നതിനു വേണ്ടി രാജ്യത്തുള്ള എല്ലാ ജ്യോതിഷ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്തു. എന്നിട്ടോ their findings was that the drought was brought about by the princess wedding gift, the golden statue. അവരുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു? ആ രാജകുമാരി
ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ആ പ്രതിമ കാരണമാണ് രാജ്യത്ത് വരൾച്ചയുണ്ടായത് എന്നാണ് അവർ അതിൻ്റെ കാരണം കണ്ടെത്തിയത്. എന്നിട്ടോ ടു റെമഡി ദ സിറ്റുവേഷൻ they recommended the golden statue to be thrown from the edge of the earth. അതിൻ്റെ പ്രതിവിധിയായിട്ട് അവരെന്താ കണ്ടെത്തിയത്? ആ സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ ഏറ്റവും അങ്ങേ അറ്റത്ത് കൊണ്ടുപോയിട്ട് താഴേക്ക് കളയുക എന്നായിരുന്നു അവർ കണ്ടെത്തിയ പ്രതിവിധി. Haven't you read the story? Do you think they could throw the statue from the edge of the earth? എന്താണ് കഥ നിങ്ങൾ വായിച്ചു അല്ലേ? സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ അവർക്ക് സാധിച്ചിരിക്കുമോ? നിങ്ങൾ പറഞ്ഞേ. ഇല്ല അല്ലേ? എന്നാൽ ഫോർ എ ലോങ് ടൈം ദ എർത്ത് വാസ് ബിലീവ്ഡ് ടു ബി ഫ്ലാറ്റ്. വളരെ കാലം ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? ഭൂമി എന്ന് പറയുന്നത് പരന്നിരിക്കുന്നതാണ്. ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞത് പരന്നതായിരുന്നു എന്നാണ്. എന്നിട്ടോ ദ കൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് ദ എർത്ത് വെയർ കൺഫ്യൂസിങ് റൈറ്റ് ഫ്രം ദ ഏൻഷ്യൻ ടൈം. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള ധാരണകൾ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് എപ്പോഴും ആശയക്കുഴപ്പമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. Quite often, the stories then prevalent about the shape of the earth were highly imaginative and interesting. എന്താണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള കഥകൾ പലപ്പോഴും ഭാവനാപൂർണവും രസകരവുമാണ്. ഇനി ഭൂമിയുടെ ആകൃതിയിൽ നമ്മൾ ഓരോരുത്തരുടെ കഥകളിൽ നിന്ന് വസ്തുതകളിലേക്ക് വരുന്നത് എങ്ങനെയൊക്കെയാണ്? ഓരോ ശാസ്ത്രജ്ഞരും ഓരോ തത്വചിന്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ തൊട്ടടുത്ത പാരഗ്രാഫിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ അടുത്ത ഹെഡിങ് ഒന്ന് നോക്കിക്കേ. എന്താണ് അടുത്ത ഹെഡിങ്? ഷേപ്പ് ഓഫ് ദ എർത്ത് ബിലീവ്സ് ടു റിയാലിറ്റി. എന്താണ്? ഭൂമിയുടെ ആകൃതി വിശ്വാസങ്ങളിൽ നിന്ന് വസ്തുതകളിലേക്ക്, റിയാലിറ്റിയിലേക്ക്. അതോടെ ഓരോ ചിന്തകരുടെയും അഭിപ്രായങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ തെയിൽസിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് എ സ്പിരിച്വൽ എർത്ത് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ തെയിൽസ് ഇൻ ദ 7th century BC. However, he believed that this sphere floated on water. എന്ന് പറഞ്ഞാൽ എന്താണ്? BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഗോളം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടഡ് ഓൺ വാട്ടർ, ജലത്തിൽ പൊങ്ങിക്കിടക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പിറിക്കലാണ്, ഗോളാകൃതിയാണ്. പക്ഷേ അതെന്താണ്? ഫ്ലോട്ടഡ് ഓൺ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാണെന്നാണ് തെയിൽസിൻ്റെ അഭിപ്രായം. തെയിൽസിൻ്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു. ആരായിരുന്നു തെയിൽസ്? BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു, ഗ്രീക്ക് ഫിലോസഫറായിരുന്നു തെയിൽസ്. ഇനി അടുത്തത് ആരുടെയാണെന്ന് നോക്കിക്കേ. അടുത്തതാരാണ്? അദ്ദേഹവും ഗ്രീക്ക് ഫിലോസഫറായ, ഗ്രീക്ക് തത്വചിന്തകനായ പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? they established that the earth in spherical in shape. അവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The period saw numerous oppositions against this view. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാലഘട്ടത്തിൽ ഇവരുടെ ഈ ആശയത്തോട്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞ ആശയത്തോട് അത് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീടോ ലേറ്റർ കോപ്പർനിക്കസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദിസ് കൺസെപ്റ്റ്. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. ഏതാശയത്തെ? ഭൂമി സ്ഫെറിക്കൽ ഷേപ്പാണ്, ഗോളാകൃതിയാണെന്ന് പറഞ്ഞ ആശയത്തെ അവർ ശക്തമായിട്ട് തന്നെ പിന്താങ്ങി. അടുത്തത് ആരുടെ അഭിപ്രായമാണ്? ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ.
Aryabhatta, the Indian astronomer strongly believed the shape of the earth to be spherical and that it spins on its own imaginary axis. നോക്കുക, ആര്യഭട്ടയുടെ അഭിപ്രായം എന്താണ്? ആര്യഭട്ട ആരായിരുന്നു? ഇന്ത്യക്കാരനായ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് ഭൂമിക്ക് ഒരു സ്പിറിക്കൽ ഷേപ്പാണെന്നും അതിനുശേഷം ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്, അത് ഒരു സ്വന്തം ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആര്? ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആസ്ട്രോണറായ ആര്യഭട്ട. അപ്പോൾ അതൊന്ന് ഓർത്താക്കണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം സ്പിറിക്കൽ ഷേപ്പാണെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നത് ആരായിരുന്നു? ആര്യഭട്ട. ഇനി അടുത്തത് ആരാണ്? മഗല്ലൻ. അദ്ദേഹം ഒരു നാവികനാണ്. ഇയേഴ്സ് ലേറ്റർ, കുറേ വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികന് റൗണ്ട് ദ വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് സ്പിറിക്കൽ. എന്താണ്? ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിൽ ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം ആ നാവികൻ വോയേജ് ഓഫ് റൗണ്ട് ദ വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് സ്പിറിക്കൽ. അദ്ദേഹം ഒരു കപ്പൽ യാത്ര നടത്തി. ആ യാത്ര നടത്തിയപ്പോഴാണ് അദ്ദേഹം എന്താ തെളിയിച്ചത്? ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഉരുണ്ടതാണെങ്കിലല്ലേ തിരിച്ചു വരാതെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോഴത്തേനും വരുന്ന ഷേപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് തെളിയിച്ചു. അടുത്തത് ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർ ഐസക് ന്യൂട്ടൺ proved that the earth is not truly spherical in shape but slightly flattened at the poles and bulged in the middle. എന്ന് പറഞ്ഞാൽ എന്താണ്? സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഒരു ഗോളത്തിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്താണെന്ന് തെളിയിച്ചത് ആരാണ്? യെസ്, വെരി ഗുഡ്. ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. ഇനി ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേര് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര പേരുടെ ചിന്തകൾ പറഞ്ഞു? തെയിൽസ് എന്നാന്നുള്ളത് പറഞ്ഞു, പൈതഗോറസിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അരിസ്റ്റോട്ടിൽ, ആര്യഭട്ടൻ, മഗല്ലൻ, പിന്നെ എന്താണ് കോപ്പർനിക്കസിൻ്റെ ഒക്കെ ഉള്ളതുണ്ട്, ഐസക് ന്യൂട്ടൻ്റെ ഷേപ്പ് ഇതുവരെ നമ്മൾ കണ്ടെത്തി. അപ്പം നിങ്ങളത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി ഭൂമിയുടെ ആകൃതി എന്താണ്? ആ ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരെന്താണ്? അതാണ് തൊട്ടടുത്ത ആ പാരഗ്രാഫിൽ തന്നെ 60ാമത്തെ പേജിലെ ഏറ്റവും താഴത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. എന്താണ് അടുത്ത ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്? ദ സ്പിറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഈസ് നോൺ ആസ് ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോയിഡാണ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവങ്ങൾ. പോൾസ് എന്ന് പറയുന്നത് എന്താണ്? ധ്രുവങ്ങൾ എന്ന് പറയുന്നത് അല്പം പരന്നതും മധ്യഭാഗം ചെറുതായിട്ട് വീർത്തതുമായിട്ടുള്ള ആ ഗോളാകൃതിക്ക് പറയുന്ന പേരാണ് ജിയോഡ്. ദ വേർഡ് ജിയോഡ് മീൻസ് എർത്ത് ഷേപ്പ്. എന്താണ് ജിയോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജിയോഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എർത്ത് ഷേപ്പ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. ഇപ്പോൾ പറഞ്ഞ അത്രയും കാര്യത്തിൽ വെച്ച് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്, അതായത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാരഗ്രാഫാണ്. ഇത് എന്താണ് ജിയോയിഡ് ഷേപ്പ്? ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ്. ഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദ്യം വരും, വൺ വേർഡ് പല പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നാണ്. എന്താണ് ജിയോയിഡ്? ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പിറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ് അറ്റ് ദ ഇക്വേറ്റർ ഈസ് നോൺ ആസ് ജിയോയിഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിക്കാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്.
ഈ ജിയോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എർത്ത് ഷേപ്പ്, ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഭൂമിയുടെ ആകൃതി ഏതാണ്? ജിയോയിഡ്. ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി അടുത്ത പേജ് എടുത്തേ. എന്താണ് അടുത്ത ഹെഡിങ്? ഹൗ ബിഗ് ദ എർത്ത് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ, എത്ര വലുതാണ് ഈ ഭൂമി എന്നിട്ട് പറയണം. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹോം? നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കവർ ദിസ് ഡിസ്റ്റൻസ് ഓൺ ഫുഡ്? ഇത്രയും ദൂരം, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് എത്ര സമയം വേണ്ടി വരും? ഡു യു നോ ഹൗ ലോങ് ഇറ്റ് ടുക്ക് ജീൻ ബെലിയു എന്ന് പറയുന്നത് കാനഡക്കാരനായ ദ കനേഡിയൻ എക്സ്പ്ലോറർ ടു ദ ട്രിപ്പ് ആൻഡ് സെയിൽ റൗണ്ട് ദ വേൾഡ്? കാനഡക്കാരനായ ജീൻ ബെലിയു എന്ന സാഹസിക സഞ്ചാരിക്ക് കപ്പൽ യാത്ര ചെയ്തും കാൽനടയായിട്ടുമൊക്കെ ഈ ഭൂമി ചുറ്റി സഞ്ചരിക്കാനായിട്ട് എത്ര വർഷം വേണ്ടി വന്നു എന്നറിയാമോ? എത്രയാണ്? about 11 years. ഏകദേശം 11 വർഷം വേണ്ടി വന്നു ഈ ഭൂമി ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ. നടന്നല്ല കേട്ടോ, നടന്ന് കുറച്ച് ദൂരമൊക്കെ നടക്കും, പിന്നെ കപ്പൽ യാത്രയൊക്കെ ചെയ്ത് എടുത്തിട്ട് എത്ര വർഷമാണ്? 11 വർഷം. Now, can you imagine how big the earth is? നിങ്ങൾക്കിപ്പം സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഊഹിക്കാമല്ലോ അല്ലേ? 11 വർഷം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏകദേശം വലിപ്പമൊന്ന് നമുക്കൊന്ന് ഊഹിക്കാനായിട്ട് സാധിക്കും. The circumference of this sphere on which we live is about 40,000 kilometer. എന്ന് പറഞ്ഞാൽ എന്താണ്? നാം വസിക്കുന്ന ഈ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് ഏകദേശം എത്ര കിലോമീറ്ററാണ്? 40,000 കിലോമീറ്ററാണ് ഈ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കുക, എത്ര കിലോമീറ്ററാണ്? 40,000. 40,000 കിലോമീറ്ററാണ് ഈ ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എന്ന് പറയുന്നത്. എത്രയാണ്? ഏകദേശം എത്രയാണ്? 40,000 കിലോമീറ്റർ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് 2 പോയിന്റ് പഠിച്ചിട്ടുള്ളൂ. അത് എന്താണ് പഠിച്ചത്? ഭൂമിയുടെ ഷേപ്പ്, ആകൃതി എന്താണ്? എന്താണ് ആകൃതി? ജിയോയിഡ് ഷേപ്പ്. എന്താണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഇത് നോർത്ത് പോളും സൗത്ത് പോളും, അതായത് പോൾസ് ധ്രുവങ്ങൾ അല്പം പരന്നതും ഈ നടുഭാഗം അല്പം വീർത്തിരിക്കുന്നതുമായ ആകൃതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എർത്ത് ഷേപ്പ്, ഭൂമിയുടെ ആകൃതി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇനി ഈ ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റും കൂടെ പഠിച്ചു. എന്താണ്? ഏകദേശം 40,000 കിലോമീറ്റർ ചുറ്റളവാണ് ആർക്കുള്ളത്? നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ ഈ ഭൂമിക്ക് ഉള്ളത് എന്ന് പഠിച്ചത് അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ് വരെ ഓക്കെ, ബൈ ബൈ.